യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 26 സങ്കീർത്തനത്തിൻ്റെ 4 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിനും ഞാൻ എൻ്റെ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളെ ഒക്കെയും വർണ്ണിക്കേണ്ടതിന് 2024 വിശ്വസിക്കുന്ന മക്കൾക്ക്, ആമേൻ, തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ചിട്ടുള്ളവർക്ക്, ഇത്ര നാളായിട്ട് പ്രാർത്ഥനാ വിഷയം വെച്ച് കാത്തിരുന്നിട്ടും തളർന്നു പോകാത്ത, ഉടഞ്ഞു പോകാത്ത നല്ലൊരു മനസ്സോടുകൂടി ഇപ്പോഴും പ്രത്യാശയോടുകൂടി ഇരിക്കുന്ന എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായൊരു നാൾ തന്നെയാണ് 2024. ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പുള്ള നാളുകൾ വരെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന് വേണ്ടിയിട്ട് സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും എൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ദൈവം തന്ന മഹനീയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കേണ്ടതിന്, അനേകരുടെ മുമ്പിൽ സാക്ഷ്യം പറയേണ്ടതിന്, ഇതെല്ലാം ഒന്ന് സഹിക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, പൊറുക്കാൻ ദൈവം ഇടയാക്കുന്ന വൻകൃപ അത് ചെറുതല്ല ദൈവമക്കളെ, ഏറ്റവും വലുത് തന്നെയാണ്. ആമേ, സ്തോത്രം. അവിടെ പറഞ്ഞ 7-ാം വാക്യം പറഞ്ഞു, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു, യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്ക് വളരെ ഹൃദയത്തിൽ ഭക്തിയോടുകൂടി യഹോവയുടെ യാഗപീഠത്തെ വലം വയ്ക്കുകയാണ്. അത്രമാത്രം ഹൃദയത്തിൽ ഭക്തിയോടുകൂടി, വിശ്വസ്തയോടുകൂടി, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധി ചെയ്യുന്ന ഒരു സേവനം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ യാഗപീഠത്തെ അത്ര മഹത്വമായിട്ട് കാണുന്നു. അതിലകത്തെ ദൈവപ്രവൃത്തിയെ വെളിപ്പെട്ട് കേൾക്കുന്നു, കാണുന്നു, അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് എല്ലാം സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ദൈവമക്കളെ വിശ്വാസത്തോടെ, വിനയത്തോടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആ യാഗപീഠത്തിന് ചുറ്റും വലം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ ഒരു ആരാധനയാണ്. ദൈവത്തോടുള്ള ഒരു ആരാധന, ദൈവഭക്തി, തികവുള്ള ഭക്തിയെ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നവനെ. ദൈവത്തിൻ്റെ ആ യാഗപീഠത്തെ വലം വയ്ക്കണമെങ്കിൽ ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, എത്ര ഹൃദയശുദ്ധിയോടുകൂടിയുള്ള വിശ്വാസമാണ്, എത്ര ഭയഭക്തിയോടുകൂടിയുള്ള വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം കേൾപ്പിച്ചിരിക്കുന്ന, ദൈവം കാണിച്ചു തന്നിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുവാൻ നമ്മുടെയൊക്കെ ആയുസ്സിൽ ദൈവം കൂടുതൽ കൃപകൾ തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ദൈവമക്കളെ, ഭയഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കർത്താവിന് ചെയ്യുന്ന സേവനം അത് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയല്ലേ. അത് ഹൃദയത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അത്ര ബഹുമാനത്തോടുകൂടി, അത്ര ആദരവോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു സേവനം. ആ യാഗപീഠത്തെ വലം വയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കുറ്റപ്പെടുത്തലാകാം. പക്ഷേ ദാവീദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാവീദ് ദൈവത്തോടുള്ള ആ ഹൃദയ ഭക്തിയാണ്, ഹൃദയം കൊണ്ടുള്ള ഭക്തി. ആമേ, സ്തോത്രം. അതാണ് ഇവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവമക്കൾ, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയെല്ലാം കർത്താവിന് പ്രസാദകരമായി തീരുവാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, അവിടുത്തെ വിശുദ്ധ സന്നിധിയിലേക്ക് അടിയങ്ങളെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വസ്തയോടെ ഭയഭക്തിയോടുകൂടി കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനത്തിൽ കർത്താവെ, അങ്ങേക്ക് പ്രസാദകരമാകുന്ന ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണേ. കുറവുകളോ വീഴ്ചകളോ ഒന്നും വന്ന് ഭവിക്കാതെ എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾക്കല്ല പിതാവേ, ഞങ്ങൾക്കല്ല, എല്ലാം നിന്റെ നാമ മഹത്വത്തിനായി കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവേ, ദാവീദ് പുത്ര, എല്ലാവരോടും കർത്താവ് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ കർത്താവ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയങ്ങൾ യാചിക്കുക കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസത്തോടെ ഭയഭക്തിയോടുകൂടി ദൈവസന്നിധി വെച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ, അവിടുന്ന് ഏറ്റെടുത്ത് തോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആ വിഷയത്തിനൊക്കെയും കർത്താവെ, പ്രത്യാശ നഷ്ടപ്പെടാതെ വിശ്വസിച്ച് കർത്താവെ, മുടക്കമില്ലാതെ പ്രാർത്ഥന കഴിച്ച മക്കൾക്ക് 2024 സാക്ഷ്യപ്പെടുത്തുവാൻ വാഗ്ദത്തങ്ങളെ കർത്താവെ
അവിടുന്ന് നിൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിച്ച് കാണുന്ന ഏറ്റവും മനോഹരമായ വർഷമാണല്ലോ. അത് പ്രാപിപ്പാൻ തക്ക വേണം കർത്താവ് എല്ലാവരെയും സഹായിക്കുന്ന വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി സകല നന്മകൾ ഒരുക്കി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു എന്ന് എൻ്റെ മക്കൾക്ക് എവിടെയും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.